ഹായ് ഫ്രണ്ട്സ്, ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഡിസംബർ 21-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളും നമ്മുടെ സംസ്ഥാനത്ത് മുൻഗണന റേഷൻ കാർഡുകൾ അനർഹമായി കൈവശം വെച്ചിരിക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്നും പിടിച്ചെടുക്കുന്ന നടപടികൾ വിവിധ സ്ഥലങ്ങളിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. അത്തരം പിടിച്ചെടുത്ത ഒഴിവിലേക്ക് വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് അപേക്ഷിക്കാനാവുന്നതാണ്. ഇതേക്കുറിച്ചൊക്കെ വീഡിയോയിലുണ്ട്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില അറിയിപ്പുകൾ. തിരുവനന്തപുരത്ത് 4 പേർക്കു കൂടി ഒമിക്രോൺ സ്ഥിരീകരിച്ചതോടെ കേരളത്തിൽ ഒമിക്രോൺ ബാധിച്ചവരുടെ എണ്ണം 15ആയി. രാജ്യത്ത് 150-ലേറെ പേർക്ക് ഒമിക്രോൺ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ലോകത്ത് ഒമിക്രോൺ ഭീഷണി കൂടുകയാണ്. ബ്രിട്ടനിൽ ദിനം പ്രതി രോഗികളുടെ എണ്ണം കുതിച്ചുയരുകയാണ്. ഇന്നലെ മാത്രം 6 ഒമിക്രോൺ മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് സംസ്ഥാനത്ത് 2230 പേർക്കാണ് കോവിഡ് രോഗം സ്ഥിരീകരിച്ചത്. 3722 പേർക്ക് രോഗമുക്തിയുണ്ടായി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 39,826 സാമ്പിളുകളാണ് പരിശോധിച്ചത്. നിലവിൽ 28,724 പേരാണ് ചികിത്സയിൽ ഉള്ളത്. 14 മരണം സ്ഥിരീകരിച്ചതോടുകൂടി 44,922 മരണമായി. ആധാർ കാർഡും വോട്ടർ ID കാർഡും ബന്ധിപ്പിക്കാനുള്ള ബില്ല് ലോക്സഭ പാസാക്കി. ആധാർ കാർഡും വോട്ടർ ID കാർഡും ബന്ധിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് നിയമ ഭേദഗതി ബില്ലാണ് ലോക്സഭ പാസാക്കിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ ആളുകളും ആധാർ കാർഡും വോട്ടർ ID കാർഡും ഇനി ബന്ധിപ്പിക്കേണ്ടി വരും. ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിവരങ്ങളും ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ആലപ്പുഴ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു. അവധിയിലുള്ള പോലീസുകാരെ തിരിച്ചു വിളിച്ചു. റാലികൾക്കും മൈക്ക് ഉപയോഗത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തി. വാഹന പരിശോധന കർശനമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. മറ്റു അറിയിപ്പുകളിലേക്ക് വന്നാൽ, എറണാകുളം ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ ജനുവരി 8, 9 തീയതികളിൽ നടക്കുന്ന മെഗാ ജോബ് ഫെയർ ജീവക 2021ലേക്ക് തൊഴിലന്വേഷകർക്ക് 21-ാം തീയതി മുതൽ 31-ാം തീയതി വരെ രജിസ്റ്റർ ചെയ്യാം. തൊഴിൽ ദാതാക്കൾക്ക് ഡിസംബർ 21 മുതൽ രജിസ്റ്റർ ചെയ്യാം. ജോബ് ഫെയറിന് സ്പോട്ട് രജിസ്ട്രേഷൻ സൗകര്യവും ഒരുക്കുമെന്ന് ജില്ലാ കളക്ടർ ജാഫർ മാലിക് അറിയിച്ചിട്ടുണ്ട്. മികച്ച ഉദ്യോഗാർത്ഥികളെ തേടുന്ന തൊഴിൽ ദാതാക്കൾക്ക് www.statejobportalkerala.gov.in എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ജോബ് ഫെയറുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾക്ക് 9207027267 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അനർഹമായി കൈവശം വെച്ചിരിക്കുന്ന മുൻഗണന കാർഡുകൾ കണ്ടെത്താൻ നടത്തിയ പരിശോധനയിൽ 73 മുൻഗണന റേഷൻ കാർഡുകൾ ഏറനാട് താലൂക്കിൽ പിടിച്ചെടുത്തു. AAY 10 മഞ്ഞ റേഷൻ കാർഡുകളും 33 പിങ്ക് PHH റേഷൻ കാർഡുകളും 30 നീല സബ്സിഡി റേഷൻ കാർഡുകളുമാണ് പിടിച്ചെടുത്തത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പിടിച്ചെടുക്കപ്പെട്ട ആളുകളിൽ നിന്ന് പിഴ ഈടാക്കുകയും അവർക്കെതിരെ നടപടികൾ സ്വീകരിക്കുമെന്നും ഏറനാട് താലൂക്ക് സപ്ലൈ ഓഫീസർ CA വിനോദ് കുമാർ പറഞ്ഞു. ജനങ്ങളുടെ ഭാഗത്തു നിന്നും ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പരിശോധന ഉണ്ടായത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുനില വീടുകളുള്ള ആളുകളും കാറുള്ള ആളുകളെല്ലാം BPL കാർഡുകൾ ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. റേഷനിംഗ് ഇൻസ്പെക്ടർമാരായ P പ്രദീപ്, GA സുനിൽ ദത്ത്, ജീവനക്കാരായ K മുഹമ്മദ് സാദിഖ്, M സുഹൈൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡാണ് പരിശോധനയ്ക്ക് ഇറങ്ങിയത്. വരും ദിവസങ്ങളിലും പരിശോധന നടത്തുമെന്നാണ് സിവിൽ സപ്ലൈസ് ഓഫീസർമാർ അറിയിച്ചിട്ടുള്ളത്. ഇതേ സമാനമായിട്ടുള്ള സ്ഥിതി തളിപ്പറമ്പ് താലൂക്കിലുണ്ടായിരുന്നു. കേരളത്തിൻ്റെ ഏത് സ്ഥലങ്ങളിലും ഏത് സമയത്ത് വേണമെങ്കിലും ഇത്തരത്തിലുള്ള പരിശോധനകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക, ഇതിനുള്ള മാനദണ്ഡങ്ങൾ എന്താണ് എന്നുള്ളത്. മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകൾ കൈവശം വെച്ചിരിക്കുന്ന ആളുകൾ നിങ്ങളുടെ റേഷൻ കാർഡിൽ ഉൾപ്പെടുന്ന ഏതെങ്കിലും അംഗത്തിൻ്റെ പേരിൽ 4 ചക്ര വാഹനം, 1 ഏക്കറിലധികം സ്ഥലം, 1000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട്, സർക്കാർ അർദ്ധ സർക്കാർ ജോലി പെൻഷൻ വാങ്ങുന്ന ആളുകൾ, 25,000 രൂപയ്ക്ക് മുകളിലുള്ള മാസ വരുമാനം ലഭിക്കുന്ന ആളുകൾ, ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങളുടെ റേഷൻ കാർഡിലെ ഏതെങ്കിലും അംഗത്തിന് ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പിങ്ക് മഞ്ഞ റേഷൻ കാർഡിന് അർഹതയില്ല. അതേപോലെ തന്നെയാണ് നീല റേഷൻ കാർഡിന് ഈ പറഞ്ഞ കാര്യങ്ങളിൽ 2 എണ്ണം ഉണ്ട് എങ്കിൽ, ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീടുള്ളത് കൊണ്ട് കുഴപ്പമില്ല, 1000 സ്ക്വയർ ഫീറ്റ് വീടും കാറും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 1000 സ്ക്വയർ ഫീറ്റ് വീടും
ഒരേക്കറിലധികം സ്ഥലം ഉണ്ടെങ്കിൽ അങ്ങനെ 2 സൗകര്യം ഉണ്ട് എങ്കിൽ നീല റേഷൻ കാർഡിനും അർഹതയില്ല. സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാർക്ക് ഇത് ഒന്നിനും അർഹതയില്ല. അവർക്ക് വെള്ള കാർഡ് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഈ തരത്തിലുള്ള ആളുകളെയാണ് പരിശോധനയിൽ കണ്ടെത്തുന്നത്. നിലവിൽ നിങ്ങളുടെ കാർഡ് മുൻഗണന റേഷൻ കാർഡ് ആണെങ്കിൽ തിരിച്ചേൽപ്പിച്ച് പിഴ ശിക്ഷയിൽ നിന്നും ഒഴിവാകാവുന്നതാണ് എന്ന് മുമ്പ് തന്നെ ഭക്ഷ്യവകുപ്പ് പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്പോഴും തുടരുകയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ ഒരു ലോൺ എടുത്തിട്ടോ വളരെ കഷ്ടപ്പെട്ടിട്ടോ ഒരു 1000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ചെറിയ വീട് കയറ്റിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് മറ്റ് ജീവിത മാർഗ്ഗങ്ങളൊന്നും ഇല്ല, വളരെ ക്ലേശകരമായിട്ട് ജീവിക്കുന്ന ആളാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾ ഈ ഒരു BPL റേഷൻ കാർഡ് മാറ്റേണ്ടതില്ല എന്ന് നമ്മുടെ ഭക്ഷ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. ആ കാരണം കൊണ്ട് ഒരു ചെറിയൊരു വീടുള്ളത് 1000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് മാത്രം ഉള്ളതിൻ്റെ പേരിൽ, അതൊരു 2000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടിൻ്റെ കാര്യമല്ല പറയുന്നത്, വലിയ കൊട്ടാരം കണക്കുള്ള വീടിൻ്റെ കാര്യമല്ല പറയുന്നത്, ഒരു ലോൺ എടുത്തിട്ടോ മറ്റോ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ വീട് മാത്രമാണ് നമുക്കുള്ളത്, ജീവിതമാർഗ്ഗമൊന്നുമില്ല, വളരെ ക്ലേശകരമായിട്ടുള്ള ചുറ്റുപാടൊക്കെയാണ് എങ്കിൽ നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കുക. ഉദ്യോഗസ്ഥന്മാർ വന്ന് നിങ്ങൾക്കെതിരെ നടപടി എടുക്കുന്നതിന് മുമ്പ് മന്ത്രിയുടെ ഈ വാക്ക് അവരെ ഒന്ന് സൂചിപ്പിക്കുന്നത് നല്ലതാണ്. അപ്പോൾ എന്നിട്ടും അവർ നടപടി എടുക്കുകയാണെങ്കിൽ നമുക്ക് മന്ത്രിയുടെ ഫോണിംഗ് പരിപാടിയുണ്ട്. മാസത്തിൽ ഒരു പ്രാവശ്യമാണ് അത്തരത്തിലുള്ള പരിപാടി. അതിൽ വിളിച്ച് നമുക്ക് മന്ത്രിയോട് പരാതി പറഞ്ഞാൽ മന്ത്രി ആ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കി തരുന്നതാണ്. നിലവിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് BPL റേഷൻ കാർഡുകളൊക്കെ മടക്കി കൊടുത്ത ഒരു സ്ഥിതി നിലവിലുണ്ട്. അപ്പോൾ ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. വെറും ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീട് മാത്രം ഉള്ളതിൻ്റെ പേരിൽ നിങ്ങൾ BPL റേഷൻ കാർഡ് മാറ്റേണ്ടതില്ല, മറ്റ് ജീവിത മാർഗ്ഗങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്ന് ഭക്ഷ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. നിലവിൽ ഇത്തരം ഒഴിവുകളൊക്കെ വരുത്തിയിട്ട് നമ്മുടെ സംസ്ഥാനത്ത് 1.5 ലക്ഷത്തോളം ഒഴിവുകളുണ്ടായിരുന്നു. അതിൽ 1,20,000 ആളുകൾക്ക് ഈ മുൻഗണനാ റേഷൻ കാർഡുകൾ വിതരണം ചെയ്യുന്ന നടപടിയും വിതരണം ചെയ്തു കഴിഞ്ഞു. വിതരണം ചെയ്യുന്ന നടപടികളും പുരോഗമിച്ചു വരികയാണ്. ബാക്കിയും ഇനിയും ഒഴിവുകളുണ്ട്. ഈ ഒഴിവുകളിലേക്കൊക്കെ അതാത് താലൂക്കിൽ അപേക്ഷിച്ചിട്ടുള്ള ആളുകൾക്ക് വീതം വെച്ച് നൽകി അവരൊക്കെ ഉൾപ്പെടുത്തുന്ന നടപടിയും നിലവിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അർഹതയുണ്ടെങ്കിൽ നിങ്ങൾ അപേക്ഷ വെച്ചിട്ടുണ്ടാവും. ആരെങ്കിലും അപേക്ഷ വെച്ചിട്ടില്ലെങ്കിൽ അവരൊക്കെ അപേക്ഷ വെക്കുക. ഒഴിവിനനുസരിച്ച് നിങ്ങൾക്ക് നൽകുന്നതാണ്. ഈ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളെ അറിയിക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.